ജൂൺ 23 സൺഡേ റീനീറ്റ് നടത്തുവാനായി തീരുമാനിച്ചിരിക്കുന്നു. വളരെയേറെ ടെൻഷനുകൾക്ക് ശേഷമാണ് NDAയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നമ്മൾക്ക് അറിയാനായി കഴിഞ്ഞത്, അല്ലേ? അപ്പോൾ ആർക്കൊക്കെയാണ് ഈ റീനീറ്റ് നടത്തുന്നത്? എല്ലാ കുട്ടികളും വളരെയധികം ആശങ്കയിലായിരുന്നു. ഇനിയൊരു റീനീറ്റ് ഉണ്ടാകുമോ അതോ റീവാലുവേഷൻ ആയിരിക്കുമോ ഉണ്ടാകുക എന്നൊക്കെയുള്ളൊരു കാര്യം. എന്നാൽ 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയ കാര്യം നമ്മൾക്കറിയാം. ആ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ റീനീറ്റ് നടത്തുവാനായി NDA തീരുമാനിച്ചിരിക്കുന്നത്. റീനീറ്റ് നടത്തി റിസൾട്ട് ജൂൺ 30 പബ്ലിഷ് ചെയ്യും എന്നും NDA അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്കാം എന്ന് നമ്മൾ രാജ്യം മുഴുവനും വിശേഷിപ്പിച്ച നീറ്റ് സ്കാം എന്താണ് 2024 നീറ്റ് റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ലാത്ത ധാരാളം പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. വളരെയധികം ആശങ്കയിലുള്ള കുട്ടികളും രക്ഷകർത്താക്കളും ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എന്താണ് നീറ്റിൽ സംഭവിച്ചത്, നീറ്റിൽ നടന്ന നീറ്റൽ എന്താണ് എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന, അതാണ് NDA നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റാണ് നീറ്റ്. നമുക്കറിയാം, ഇതിനു മുൻപ് APMT എന്ന പേരിലായിരുന്നു ഈ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നീറ്റ് വന്നതിന് ശേഷം ഇത്രയേറെ അലിഗേഷൻസ് കേൾക്കുന്നത് ഈ വർഷമാണ്, അല്ലേ? ഇതിനു മുൻപൊക്കെ എക്സാമുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തെ എല്ലാ കുട്ടികളും ഒന്നടങ്കം അന്തമിട്ട് നിന്ന ഒരു അവസ്ഥയാണ് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായത്. ഇതിലെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ലോക്സഭ റിസൾട്ട് വരുന്ന ജൂൺ 4 ഒട്ടും പ്രതീക്ഷിക്കാതെ NDA നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. അന്നത്തെ ദിവസം വ്യക്തമായി എല്ലാവർക്കും അറിയാം, എല്ലാ മീഡിയ അറ്റൻഷനും ലോക്സഭ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയം. ആ സമയത്താണ് NDA ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിലും വലിയ അപാകതയൊന്നും ആദ്യം തോന്നിയില്ല. പക്ഷേ അപാകത തോന്നി തുടങ്ങിയത് പിന്നീടാണ്. അതായത് ധാരാളം കുട്ടികൾക്ക് 720 ഔട്ട് ഓഫ് 720, അതായത് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സായിട്ട് ധാരാളം കുട്ടികൾ വന്നു. ഇത് മാത്രമല്ല, പിന്നീട് ചില കുട്ടികളുടെ സ്കോറൊക്കെ 718, 719 ഒക്കെ ആയി കണ്ടു. ഇങ്ങനെ വന്നപ്പോഴാണ് ഈ എക്സാമിന് എന്തോ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ലേ എന്ന് പലരും ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയതും പിന്നീടാണ് ഇതിനൊരു നാഷണൽ മീഡിയ അറ്റൻഷൻ കിട്ടിത്തുടങ്ങിയതും. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യം അത്രയ്ക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല, അല്ലേ? നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. നീറ്റ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്കും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഒക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും, നീറ്റ് എക്സാമിന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 180 ആണ്, അല്ലേ? ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് വരുന്നത് 4 മാർക്സ് ആണ്, നെഗറ്റീവ് 1 മാർക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഈ 180 ക്വസ്റ്റ്യൻസും ശരിയായി അറ്റംപ്റ്റ് ചെയ്തൊരു കുട്ടിക്ക് കിട്ടുന്ന സ്കോർ എത്രയാണ്? 180 × 4 720 മാർക്സ് ആണ് കിട്ടുന്നത്, അല്ലേ? പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഏകദേശം 23 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു എക്സാമിൽ നമ്മൾ 2016 മുതൽ 2023 വരെയുള്ള റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ഒരുപാട് കുട്ടികൾക്ക് കിട്ടുന്ന കാര്യമല്ല, അല്ലേ? ഇനി ഇതിൽ ഈ 718, 719 മാർക്സ് കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സ്കാം നടന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയത്? അതും പറയാം. നമ്മൾ പറഞ്ഞല്ലോ, ഫുൾ ക്വസ്റ്റ്യൻസും കറക്റ്റായ ഒരു കുട്ടിക്ക് 720 മാർക്സ് കിട്ടും, അല്ലേ? ഇനി 179 ക്വസ്റ്റ്യൻസ് കറക്റ്റായി, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എത്രയാണ്? 4 മാർക്ക്. ആ 4 മാർക്ക് കുറയും. കൂടാതെ ഒരു നെഗറ്റീവ് മാർക്കുണ്ട്, അല്ലേ? ഒരു മാർക്കും കൂടെ കുറയും. അപ്പോൾ എത്രയാണ്? ടോട്ടൽ 5 മാർക്കാണ് അവിടെ കുറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്ന കുട്ടി 720 നിന്നും നേരെ എവിടേക്ക് എത്തുന്നു? 715 എത്തുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിലോ ആ കുട്ടി നേരെ 716 എത്തുന്നത്. ഇത്രയും ക്ലിയർ ആയോ? എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു തെറ്റ് ഉത്തരം കിട്ടിയ കുട്ടി, അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയ കുട്ടിക്ക് NDA ഗ്രേസ് മാർക്കായിട്ട് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ
സ്കോർ കൊടുത്തിരിക്കുകയാണ്. അതായത് തെറ്റിപ്പോയ 4 മാർക്കും കൂടെ എക്സ്ട്രാ കൊടുത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് 719 മാർക്ക് കിട്ടിയത്. ഇത്തരത്തിൽ എങ്ങനെ പല കുട്ടികൾക്കും 718, 719 മാർക്സ് കിട്ടി എന്നുള്ള ചോദ്യത്തിന് NDA അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ടൊരു പ്രസ് റിലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ NDA പറഞ്ഞത് എക്സാം കഴിഞ്ഞതിന് ശേഷം പല എക്സാം സെൻറ്ററിലെ കുട്ടികളും അവർക്ക് സമയം തികഞ്ഞില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഞങ്ങൾ 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്നാണ് NDA വിശദീകരണം തന്നത്. അതിൽ ഇത് കൂടാതെ അവരൊരു വിശദീകരണം കൂടെ തന്നു. NCERTയുടെ ഒരു കോൺസെപ്റ്റിൻ്റെ മിസ്റ്റേക്ക് ക്വസ്റ്റ്യനിൽ വന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് നൽകിയെന്നും ആ മാർക്കാണ് ഈ 719 ആയിട്ട് പല കുട്ടികൾക്കും തെറ്റിപ്പോയതിൻ്റെ മാർക്കായിട്ട് കിട്ടിയതെന്നുമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷം ഫുൾ മാർക്ക് സ്കോർ ചെയ്തത് മൊത്തത്തിൽ 67 കുട്ടികളാണ്. 67 കുട്ടികളിൽ 47 കുട്ടികളും ഫുൾ മാർക്ക് നേടിയത് ഈ ഗ്രേസ് മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. അതായത് അവർ പറഞ്ഞത് ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിലെ ചില എക്സാം സെൻറ്ററുകളിൽ 15 മിനിറ്റോളം വൈകിയാണ് എക്സാം നടന്നത് എന്നും ആ 15 മിനിറ്റ് കൊണ്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരു കുട്ടിക്ക് സാധിക്കുമായിരുന്നു, ആ മാർക്ക് അത്രയുമാണ് ഞങ്ങൾ ഗ്രേസ് മാർക്കായിട്ട് കൊടുത്തതെന്നുമാണ് NDA നൽകിയ വിശദീകരണം. അപ്പോൾ ഈ 15 മിനിറ്റ് വൈകുന്ന കുട്ടിക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഈ മൊത്തത്തിൽ പറഞ്ഞ 180 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന സമയം 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടായിരിക്കണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് സമയം ക്രമീകരിച്ചുകൊണ്ട് പോകാനായി കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ 15 മിനിറ്റ് വൈകിയിട്ടുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ആ 15 ക്വസ്റ്റ്യൻ്റെ സമയമാണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ 15 × 4 എത്രയാണ്? 60 മാർക്ക്. അങ്ങനെ NDA ഈ 1563 കുട്ടികളിൽ 60 മാർക്ക് വീതമാണ് അവർക്ക് ഗ്രേസ് മാർക്കായിട്ട് നൽകിയത്. അപ്പോൾ ഈ 67 കുട്ടികളിൽ 47 കുട്ടികൾ പൂർണ്ണമായും ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫുൾ മാർക്ക് വാങ്ങി ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുമ്പോൾ അവരുടെ ശരിയായിട്ടുള്ള മാർക്ക് എത്രയാണ്? 660 ആണ് അല്ലേ? അപ്പോൾ ഒരു 660 ലഭിച്ച കുട്ടിക്കാണ് ഗ്രേസ് മാർക്ക് നൽകി ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് വരുന്നത് 660 മാർക്കാണ്. 660 നിന്നും 1 മാർക്ക് താഴേക്ക് പോകുന്ന കുട്ടിക്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടികളോട്, അതായത് കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് നേടിയ കുട്ടികളോട് NDA കാണിച്ചത് എത്രത്തോളം ക്രൂരമായ കാര്യമാണ്. ആ കുട്ടികൾക്ക് നൽകിയ നീതി നിഷേധിക്കപ്പെടുകയല്ലേ ചെയ്തത്. അതായത് ഒരു കുട്ടി പഠിച്ച് നേടിയ മാർക്ക് 660 ആണെങ്കിൽ കംപ്ലൈൻറ്റ് കിട്ടിയതിൻ്റെ പേരിൽ മാത്രം ആ കുട്ടിക്ക് നൽകിയത് 60 മാർക്കാണ്. ഒരു 60 മാർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ നേടണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് നമ്മൾ അതിനു വേണ്ടി ഇടേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ NDA ആദ്യമേ പറയണമായിരുന്നു, ഏതെങ്കിലുമൊക്കെ എക്സാം സെൻറ്ററിൽ സമയം വൈകിയിട്ടുണ്ടെങ്കിൽ അവർ എക്സാം കഴിയുന്ന വേഗത്തിൽ തന്നെ എന്ത് ചെയ്യണം, എത്രയും വേഗം ഞങ്ങളെ കംപ്ലൈൻറ്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പരിശോധിച്ച് പൂർണ്ണ ബോധ്യം വന്നാൽ ആ സെൻറ്ററിലുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന് നേരത്തെ പറയണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ, ആരും അറിയാതെ ഈ 1563 കുട്ടികൾക്ക് മാത്രം എങ്ങനെ ഗ്രേസ് മാർക്ക് നൽകി? NDA പറഞ്ഞത് ലേറ്റായതിൻ്റെ പരാതി ലഭിച്ചതിൻ്റെ പേരിൽ അതാത് എക്സാം സെൻറ്ററുകളിലെ ക്യാമറ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവിടെ 15 മിനിറ്റോളം എക്സാം വൈകിയാണ് നടന്നതെന്നും അതുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് എന്നുമാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കൂ, 659 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി ലിസ്റ്റിലേക്ക് എത്തുന്നില്ല. ആ കുട്ടി എത്ര എഫേർട്ട് ഇട്ട്, എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത്, സാക്രിഫൈസ് ചെയ്ത് റിപ്പീറ്റോ റിപ്പീറ്റോ ഒക്കെ ചെയ്തിട്ടായിരിക്കും ഈ ഒരു എക്സാം എഴുതി ആ സ്കോറിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങി 660 കിട്ടിയ കുട്ടികളും ഉണ്ട്. ഈ ഗ്രേസ് മാർക്ക് ആ കുട്ടി ഒരു 660 കിട്ടിയ ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ ആ കുട്ടി ഒറ്റയടിക്ക് ചെന്ന് നിൽക്കുന്നത് ഫസ്റ്റ് റാങ്ക് എന്ന പൊസിഷനിലാണ്. ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ ഈ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ, കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ
ഇവിടെ ഈ വർഷം ലിസ്റ്റിൽ പോലും എത്തപ്പെടാതെ പിന്തള്ളപ്പെടുമ്പോൾ ഇതിന് എവിടെയാണ് ഒരു നീതി? പല എക്സാം സെന്ററിലും സമയം വൈകിപ്പോയി എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും കുട്ടികളുടെ തെറ്റല്ല. ആ എക്സാം സെന്ററിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് ആണ് അതിന് ഉത്തരവാദി. അങ്ങനെ അപ്പോൾ ഈ പരാതി കിട്ടിയ സെന്ററുകളിൽ മാത്രമായിരിക്കില്ല അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന് പരാതിപ്പെടണമെന്നറിയാത്തതോ എങ്ങനെ പരാതിപ്പെടണമെന്നറിയാത്തതോ ആയിട്ടുള്ള നിരവധി കുട്ടികളുണ്ടായിരിക്കാം. 23 ലക്ഷത്തോളം കുട്ടികൾ എഴുതുമ്പോൾ വെറും 1563 കുട്ടികൾക്ക് മാത്രമായിരിക്കില്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ NDA തീർച്ചയായിട്ടും എല്ലാ കുട്ടികളെയും, ഈ എക്സാം എഴുതിയ എല്ലാ കുട്ടികളെയും അതറിയിക്കണമായിരുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരാതിയായി ഞങ്ങൾക്ക് തരിക. അത് പരിശോധിച്ച ശേഷം ഞങ്ങൾ ഗ്രേസ് മാർക്ക് നൽകുമെന്ന്. ഈ ഗ്രേസ് മാർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കൊടുക്കുന്നത് പോലും എന്തൊരു നീതി നിഷേധാത്മകമായ പ്രവണതയാണല്ലേ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷ. അവിടെ ഒരാള് പിടിച്ചു താഴ്ത്തി അടുത്ത ആള് കയറിപ്പോകാൻ നോക്കുന്ന അത്രയ്ക്കും മത്സരം നടക്കുന്ന ഈ ഒരു പരീക്ഷയിൽ ഇത്രത്തോളം വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക്, ഒരു ബോർഡ് എക്സാം ഒക്കെ പോലെ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് നൽകാൻ കഴിയുക? മാത്രമല്ല ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു എക്സാം അല്ല, ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പെൻ ആൻഡ് പേപ്പർ മോഡിൽ നടത്തുന്ന എക്സാം ആണ് അല്ലേ. ക്ലാറ്റിൻ്റെ ഒരു എക്സാമിന്, അത് ഓൺലൈൻ മോഡിലാണ് ക്ലാറ്റിൻ്റെ എക്സാം നടക്കുന്നത്. അവിടെ ഒരു സോഫ്റ്റ്വെയർ എറർ കാരണം ടൈം ലേറ്റ് ആയതുകൊണ്ടാണ് ഒരു ഹൈക്കോർട്ടിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നത് ആ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാമെന്ന്. അതിനെ മുറുകെ പിടിച്ചിട്ടാണ് NDA ഇത്രയേറെ കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു എക്സാമിന് ഗ്രേസ് മാർക്ക് നൽകി 1563 കുട്ടികളെ സംരക്ഷിച്ചിരിക്കുന്നത്. അതിൽ 47 കുട്ടികൾ നമ്മൾ മനസ്സിലാക്കണം 60 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം ഫസ്റ്റ് റാങ്കിൽ ഇടം നേടിയവരാണ്. അവർക്ക് പല ഭാഗത്തു നിന്നും ആശംസകളും ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ സീറ്റും കിട്ടുമ്പോൾ കഷ്ടപ്പെട്ട് ഉറക്കം മുളച്ചിരുന്ന് പഠിച്ച് റിപ്പീറ്റോ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് സീറ്റ് തന്നെ നിഷേധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ലക്ഷങ്ങളും കോടികളും ഡൊണേഷൻ കൊടുത്ത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് ഇടുന്നു. ഇനി ഇത് മാത്രമല്ല, ഈ വർഷത്തെ നീറ്റുമായി ബന്ധപ്പെട്ട് കേട്ട അലിഗേഷൻസ്, വേറെയും ഒരുപാട് അലിഗേഷൻ നമ്മൾ കേട്ടു. അതായത് 5-ാം തീയതി മെയ് 5-ന് എക്സാം നടക്കുന്നുണ്ടെങ്കിൽ 4-ാം തീയതി തന്നെ പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും PDF ആയി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്നും, ഹരിയാന, ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ എക്സാം നടക്കുമ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വഴിയോരങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉപേക്ഷിക്കുന്ന നിലയിൽ കണ്ടെത്തി എന്നുമൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ബ്രോക്കർമാർ ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളിൽ നിന്നും 20-30 ലക്ഷം രൂപ കോഴ വാങ്ങി അവരെ അറസ്റ്റ് ചെയ്തു എന്നും, ചില എക്സാം സെന്ററിലെ ഇൻവിജിലേറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിനൊന്നും സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആകെ അറിയുന്നത് എന്താണ്? ഈ നീറ്റ് എക്സാമിന് ഗ്രേസ് മാർക്ക് നൽകി അനീതി കാട്ടി എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഇത് കൂടാതെ NDA ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരണങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 67 ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികളിൽ 17 പേര് ആദ്യമേ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ആൻസർ കീ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഫുൾ സ്കോർ ഉണ്ടായിരുന്നു എന്നും, ബാക്കി 50 പേരിൽ 44 പേര് ആൻസർ കീയിൽ NCERTയുടെ മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റ്യൻ തിരുത്തി പുതിയ ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോഴാണ് അവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്തതെന്നും NDA പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും പിന്നീട് ഒരു 6 പേരും കൂടെ ബാക്കിയുണ്ട്. അവർക്കപ്പോൾ ഈ 720 മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റിയത് പൂർണ്ണമായും ഗ്രേസ് മാർക്ക് നൽകി തന്നെയാണെന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ NDAക്ക്. നമ്മൾ 2023 വരെയുള്ള അലോട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 600 മാർക്കിന് മേലിൽ സ്കോർ ചെയ്ത കുട്ടികൾക്കാണ് സേഫായിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2024 റിസൾട്ട് നമ്മളെ കാണിക്കുന്നത് 660 മാർക്ക് നേടിയാൽ മാത്രമാണ് സേഫായിട്ട് ഒരു മെഡിക്കൽ സീറ്റ്, MBBS സീറ്റ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 660 കിട്ടിയ ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചപ്പോൾ ആ കുട്ടി പഠിച്ച് 660 മാർക്ക് നേടിയ കുട്ടി ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുകയാണെങ്കിൽ, ഗ്രേസ് മാർക്ക് കിട്ടി 60 മാർക്ക് നേടിയ കുട്ടി ഒറ്റയടിക്ക് ഏറ്റവും മിടുക്കത്തിയോ ഒക്കെ ആയിട്ട് ഫസ്റ്റ് റാങ്കിലേക്ക് ചെന്ന് നിന്ന് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങുന്ന
ഒരു കാര്യമായിരുന്നു നടക്കാൻ പോകുമായിരുന്നത്. പക്ഷേ ഇത്രത്തോളം കുട്ടികളൊക്കെ അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടും കേസിന് പോയത് കൊണ്ടുമൊക്കെ എന്തായാലും ആ ഒരു നീതി നിഷേധം ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുകയാണ്. ഇതിനായിട്ട് NDA ഈ കുട്ടികൾ 1563 കുട്ടികളുടെ ഒരു റീനീറ്റ് നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 2 ദിവസം മുൻപ് ഒരു സമിതിനെയൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു. അതിൽ മുൻ UPSC ചെയർമാൻ അടങ്ങുന്ന ആ സമിതി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജൂൺ 23, 2024 1563 കുട്ടികൾക്ക് റീനീറ്റ് നടത്തുവാനായി തീരുമാനിച്ചതും അവർക്ക് കൊടുത്ത ഗ്രേസ് മാർക്ക് ക്യാൻസൽ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മറ്റ് കുട്ടികൾക്ക് കിട്ടിയ നീതി തന്നെയാണ്. അങ്ങനെ ഇത്രയും ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു മത്സര പരീക്ഷയിൽ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം യാതൊരു പ്രത്യേകതയുമില്ല. ആ കുട്ടികളുടെ ഗ്രേസ് മാർക്ക് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോർത്ത് വിഷമിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളും ഇനി ഒന്ന് സന്തോഷിച്ചോളൂ. അവരുടെ ഗ്രേസ് മാർക്ക് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. അവർക്കിനി റീനീറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. റീനീറ്റ് നടത്തിയതിന് ശേഷം പുതുക്കിയ റിസൾട്ട് ജൂൺ 30 NDA പ്രസിദ്ധീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമാധാനത്തോടു കൂടി ഇരുന്നോളൂ. നീറ്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.